ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പോൾ സമയം 9:30 ആയി കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേക്കാൻ അല്പം ലേറ്റായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഉറങ്ങിയപ്പം ഒരു 3-3:30 ഒക്കെ ആയി കേട്ടോ. എനിക്ക് നേരത്തെ ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഉറക്കം ഒട്ടും ശരിയാവാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആരോ എന്നെ തലക്കിട്ട് അടിച്ചതുപോലത്തെ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റത്. 2026 തുടങ്ങിയിട്ട് എനിക്ക് ഒട്ടും ഒരു നല്ലൊരു റുട്ടീനും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ പോകുന്നത്. സാധാരണ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ആൾക്കാർ നല്ല നല്ല ഹാബിറ്റ്സ് അറ്റ്ലീസ്റ്റ് തുടക്കത്തിലെങ്കിലും കാണിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ല. റീസൺ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ 2-3 ദിവസം കഴിയുമ്പോൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ ട്രാവൽ ചെയ്യുന്നത് ഓർത്തുള്ള ഒരു ആങ്സൈറ്റി ഒക്കെ കൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊട്ടും ഫോക്കസ് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ രാവിലത്തെ സ്കിൻ കെയർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു സിമ്പിൾ ബനാന സ്മൂത്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ആകെ ബനാനയും കുറച്ച് നട്ട്സും മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഷേക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഐസ്ക്രീമും പഞ്ചസാരയും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു വ്യത്യാസം. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, ഒപ്പം എൻ്റെ ഫോണും ഒന്ന് ചാർജ് ചെയ്തിട്ട്. ഫോണിൽ ഒട്ടും ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ടു ഡു ലിസ്റ്റും പ്ലാനിങ് ഒക്കെ ചെയ്യുവാണ്. നാട്ടിലേക്കൊക്കെ പോകുമല്ലേ, ഇപ്രാവശ്യം ഒറ്റയ്ക്ക് പോകാൻ കുറച്ച് ടെൻഷനുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് പ്ലാനിങ്ങും ടു ഡു ലിസ്റ്റും ഒക്കെ തയ്യാറാക്കി. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞു കേട്ടോ. ലഞ്ചിൻ്റെ സമയമായി. ലഞ്ചിന് കാര്യമായിട്ടൊന്നുമില്ല, ഇന്നലെ ഉണ്ടാക്കി ഫുഡ് ഉണ്ടായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ. ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല. ചോറും മത്തങ്ങ എരിശ്ശേരി, ചിക്കൻ കറി, പിന്നെ നാരങ്ങ അച്ചാറും, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല, കാരണം പോകുമല്ലേ. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വിശക്കുന്നു, ഞാൻ ഫുഡ് കഴിക്കട്ടെ. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ കണ്ടിരുന്നു കേട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇപ്പം ഈ അലക്കാൻ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ വാഷ് ചെയ്തതാണ് കേട്ടോ, പക്ഷെ ഉണങ്ങിയിട്ടില്ലായിരുന്നു. ഇന്ന് ഏതായാലും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കയ്യോടങ്ങ് മടക്കി വെക്കുകയാണേ. റൂമിൽ ഇതെടുത്തുകൊണ്ട് പോയി മടക്കി വെക്കാൻ ഒരു മടി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടങ്ങ് മടക്കി വെക്കുക. അപ്പോൾ ആൾക്കാരെയൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് മടക്കാം എന്ന് വിചാരിക്കുകയാണേ. ചിലപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ, റൂമിൽ എടുത്തുകൊണ്ട് പോയി മടക്കുന്നതിനേക്കാളും എളുപ്പം എനിക്ക് ഇവിടെ വെച്ചിട്ടങ്ങ് മടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തുണിയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് മടക്കി. ഇനി ഇതൊക്കെ കൊണ്ടുവന്നങ്ങ് വാർഡ്രോബിൽ വെച്ചാൽ മാത്രം മതി കേട്ടോ. തുണിയൊക്കെ മടക്കി വെച്ചു. ഇനിയാണ് ഈ ദിവസത്തെ മെയിൻ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അയ്യോ, വേറെ ഒന്നുമല്ല, നാട്ടിൽ പോവല്ലേ. ഞാൻ ഇതുവരെ പാക്കിങ് ചെയ്തില്ല കേട്ടോ. ഞാൻ സ്റ്റാർട്ട് പോലും ചെയ്തില്ല. റീസൺ വേറെ ഒന്നുമല്ല, തുടങ്ങാനുള്ളൊരു മടിയാണ് കേട്ടോ. എവിടെ തുടങ്ങണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അത്രയ്ക്കും ഇങ്ങനെ കിടക്കുകയാണ് എന്ത് ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു, പക്ഷേ നടന്നില്ല. പക്ഷെ ഇനി ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഈ പാക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന ആ മിനിറ്റ് വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാണും, എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കാൻ കാണും അല്ലേ. സോ പെട്ടി താഴെയാണ്, അത് പോയി എടുക്കണം. അത് എടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം ചേട്ടനെ കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം 2 പെട്ടിയുണ്ട്, 2 പെട്ടിയിലും തുണി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അത് രണ്ടും കൂടെ എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ബട്ട് ചേട്ടൻ രാവിലെ മുതൽ ബിസിയാണ്. ചേട്ടനെ എനിക്ക് കിട്ടുന്നതേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ദിവസം അങ്ങ് കഴിഞ്ഞു പോകും. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഒരു ക്യാറ്റാണേ അത്. ആ
ക്യാറ്റ് എന്നെ തന്നെ തുറച്ചു പോകുന്നു. ഐ ആം സോ സ്ലീപ്പി. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. താഴെ സ്റ്റോർ റൂമിലാണ് കേട്ടോ പെട്ടിയൊക്കെ ഇരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്റ്റോറേജ് യൂണിറ്റ്. നല്ല അലങ്കോലമായിട്ടുള്ള ഏതാണ്ട് ഒരുപാട് സാധനമുണ്ട്. കണ്ടില്ലേ, ഒത്തിരി സാധനമുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ 2 പെട്ടികളും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മേളിൽ കൊണ്ടുവച്ചിട്ട് വേണം ഒരു കാർഡ്ബോർഡ് കൂടെ എടുക്കാൻ. കാരണം ഇതിൽ തുണികളൊക്കെ ആ കാർഡ്ബോർഡിലോട്ട് മാറ്റണം കേട്ടോ. ഞാൻ കാർഡ്ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി പയ്യനെ നമുക്ക് പാക്കിങ് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് പെട്ടിക്കുള്ളിലുണ്ട് കേട്ടോ. ആദ്യം ഈ പെട്ടിയൊക്കെ ഒന്ന് കാലിയാക്കണം. ഈ പെട്ടിയിലുള്ള സാധനമൊക്കെ ഈ ഒരു കാർഡ്ബോർഡിലാക്കാനാണ് കേട്ടോ പ്ലാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാർഡ്രോബിൽ സ്ഥലമില്ല കേട്ടോ ഇതൊക്കെ വെക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കാർഡ്ബോർഡിലോട്ട് മാറ്റുന്നത്. അത് ഞാൻ വൃത്തിയാക്കി, പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി പിന്നെ തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. കണ്ടില്ലേ, ഇത് ഫുള്ള് നിറഞ്ഞു കേട്ടോ. കറക്റ്റായിട്ട് എല്ലാം കൊണ്ടു. അങ്ങനെ പെട്ടികളൊക്കെ ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് പാക്കിംഗ് ഒക്കെ തുടങ്ങാം. ഇതൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകേണ്ട ഐറ്റംസ്. കൂടുതലും വീട്ടിലേക്കുള്ള ഐറ്റംസാണ്. ഡ്രസ്സ് ഞാൻ കുറച്ചേ കൊണ്ടുപോകുന്നുള്ളൂ. കാരണം ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സൊക്കെ വാങ്ങുന്നത്. അഫോർഡബിളും ആണ്, ക്വാളിറ്റിയും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഡ്രസ്സൊക്കെ ഞാൻ കുറവേ കൊണ്ടുപോകുന്നുള്ളൂ. ആൻഡ് ബൈ ദ വേ, ഇതിൽ നിങ്ങൾക്കുള്ള കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും കേട്ടോ. സോ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ലൈക്ക് എപ്പോഴും കുറവ് കൊണ്ടുപോകണമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഉള്ള എല്ലാം കൂടെ വാരി ഇടും കേട്ടോ. വാരി ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഒന്ന് യൂസ് ചെയ്യാനും പറ്റത്തില്ല ഒബ്വിയസ്ലി. കാരണം പുറത്തുനിന്ന് ഞാൻ വാങ്ങിക്കുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ അപ്പം കുറേ തുണി വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അങ്ങനെ ഒക്കെ ആവും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മൈൻഡ്ഫുള്ളി കുറച്ചേ എടുത്തുള്ളൂ. നോക്കാം, ചിലപ്പോൾ എൻ്റെ മനസ്സ് മാറി ഞാൻ എല്ലാം വാരി ഇടുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഞാനൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. എനിക്ക് ആരെങ്കിലും ഒക്കെ നോക്കി വയ്ക്കുമ്പോൾ എനിക്ക് പാക്ക് ചെയ്യാൻ കുറച്ച് മടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരുവിധം ഒപ്പിച്ചിട്ട് നിങ്ങളെ കൂടെ കാണിക്കാം. ഓക്കെ, ഏകദേശം പാക്കിങ് കഴിഞ്ഞു. ഏകദേശം എന്നേ ഞാൻ പറയാം കേട്ടോ. ലൈക്ക് ഇത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടി വരും. കാരണം ഇതിനകത്ത് വീട്ടിലേക്കുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഇതിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ തുണിയൊക്കെ തിരികെ കയറ്റണം കേട്ടോ. അതിനൊക്കെ ചേട്ടൻ വേണം. ഇനി ചേട്ടൻ്റെ ഹെൽപ്പോടുകൂടി അതൊക്കെ പറ്റൂ. ഞാൻ ആക്ച്വലി എനിക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ പണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ല. ആരെങ്കിലും എനിക്ക് ചെയ്തു തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകണ്ടേ, അതിൻ്റെ മൊത്തമൊന്നും ആയില്ല. ഇനിയും ഉണ്ട് കേട്ടോ. ടോയ്ലറ്ററീസും ചെരുപ്പുകളും ഇതൊക്കെ എടുത്ത് വെക്കാനുണ്ട്. എല്ലാം കൂടെ തികയുമെന്നും അറിയത്തില്ല. 30 kg എബോവ് ആവാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇരിക്കുന്നു. ഏതായാലും തൽക്കാലം ഇപ്പം ഇത്രയും മതിയെന്ന് വിചാരിക്കുക. ഇനി ഞാനൊന്ന് പോയി കുളിക്കട്ടെ. ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. സമയം ഇപ്പം 9 മണിയായി കേട്ടോ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. പാക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ കഴിയാത്ത ഒരു കാര്യമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലത് സാധനം എടുത്ത് വെക്കണം, ചിലത് തിരിച്ചെടുത്ത് വെക്കണം. അങ്ങനെ ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ് പാക്കിംഗ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരുവിധം ആക്കിയിട്ടുണ്ട്. ഒന്നും ആയില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ അങ്ങ് മാറിക്കിട്ടി കേട്ടോ. ഇനി ഡിന്നർ കഴിക്കണം. ഡിന്നറിന് ഞാൻ ഓട്സ് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഇന്ന്
ഭയങ്കര ക്ഷീണം പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ കുറേ കാര്യമൊക്കെ ചെയ്തു, വേണ്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളൊരു ഫീലുണ്ട്. അത്യാവശ്യം പ്രോഡക്റ്റീവായിരുന്നു. ഞാൻ എൻ്റെ കുറച്ച് പ്ലാനിങ്ങും ടു ഡു ലിസ്റ്റും ഒക്കെ ഉണ്ടാക്കി പാക്കിങ് ചെയ്തു. പിന്നെ വീടൊക്കെ ഇന്നലെ വൃത്തിയൊക്കെ ആക്കി. അപ്പം ഓൾമോസ്റ്റ് സെറ്റായി. ഇനി ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ if you like this video, please like, comment and subscribe to my channel. See you in my next vlog. Till then, ta-ta!